ഹലോ വെൽക്കം ബാക്ക് ടു ബാഷ് ഫോർ ടെക്. വിവോയുടെ സബ് ബ്രാൻഡായ IQOO ഇതിനോടകം തന്നെ ഇന്ത്യയിൽ വമ്പൻ കുതിച്ചുവരവാണ് നടത്തുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ മാസം അവസാനത്തോടെ IQOO Z6 Pro 5G എന്ന ഫോൺ ഇറക്കിയിരിക്കുന്നു. മികച്ച ക്യാമറയും പ്രോസസ്സറുമുള്ള IQOO Z6 Pro 5Gയുടെ വിശേഷങ്ങൾ അറിയാം. ഒപ്പം വിവോ തന്നെ ഇതേ സ്പെസിഫിക്കേഷനിലും മോഡലിലും മറ്റൊരു ഫോൺ കൂടി ഇറക്കിയിട്ടുണ്ട്. അതിലേക്ക് കിടക്കാം വീഡിയോയുടെ അവസാനത്തിൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മൊഞ്ചന്മാർ ആ ചുമല നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നിങ്ങളുടെ കട്ട സപ്പോർട്ട് തന്നേക്കണേ. നല്ലൊരു മിഡ് റേഞ്ച് ഫോണായ IQOO Z6 Proയുടേത് 6.4 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് പീക്കാണ്. അതുപോലെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഫിനിഷോട് കൂടിയ ഗ്ലാസ് ബാക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസ് നോക്കുമ്പോൾ ഒക്ടാ കോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 778 5G പ്രോസസ്സറാണ് ഇതിന് കരുത്ത് നൽകുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറകളാണ് പിറകിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൻ്റെ മുന്നിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റോറേജ് നോക്കാം. 6GB 128GB, 8GB 128GB, 12GB 256GB വേരിയൻറ്റുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള 4700 mAh ബാറ്ററിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് 18 മിനിറ്റ് കൊണ്ട് 50% വരെയൊക്കെ ചാർജ് ചെയ്യാൻ ഒക്കും എന്നാണ് കമ്പനിയുടെ വാദം. ആൻഡ്രോയിഡ് 12 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. 180 ഗ്രാം ഭാരം വരുന്ന ഈ ഫോണിന് ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ NFC 3.5mm ഓഡിയോ ജാക്ക്, FM റേഡിയോ, മെമ്മറി കാർഡ് സ്ലോട്ട് എന്നിവ നൽകിയിട്ടില്ല. ഫാൻറ്റം ഡസ്ക്, ലീജിയൻ സ്കൈ എന്നീ 2 നിറങ്ങളിൽ വരുന്ന ഈ ഫോണിന് 6GBക്ക് 23,999 രൂപയും, 8GBക്ക് 24,999 രൂപയും, 12GBക്ക് 28,999 രൂപയുമാണ് ഇന്ത്യയിൽ ഏകദേശം വില വരുന്നത്. ഇനി ഇതേ മോഡലിലും സ്പെക്സിലും വന്നിട്ടുള്ള ഇവരുടെ മെയിൻ ബ്രാൻഡായ വിവോയുടെ പുതിയ ഫോണാണ് Vivo T1 Pro. എനിക്കിതിൽ ആകെ തോന്നിയിട്ടുള്ള വ്യത്യാസം അതിൻ്റെ കളറിലും അതുപോലെ Vivo T1 Proയിൽ 12GB 256GB മെമ്മറി വേരിയൻറ്റ് വരുന്നില്ല എന്നതു മാത്രമാണ്. ബാക്കിയൊക്കെ കമ്പയറിങ്ങിൽ അടിമുടി സെയിം ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരും ഹുവാവെ ഹോണർ കമ്പനി ഇറക്കുന്ന പോലെ ഇങ്ങനെ ഒരുപോലത്തെ മോഡലുകൾ ഇറക്കുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.